പശ്ചിമേഷ്യൻ സംഘർഷം ഒരു തീരുമാനമാകാതെ മുന്നോട്ടു പോവുകയാണ്. ഇറാന്റെ പക്കലുള്ള ഉയർന്ന തോതിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രധാന പ്രശ്നവും. ഇപ്പോഴിതാ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാനിൽ നിന്ന് പുറത്തേക്ക് മാറ്റുന്നത് അങ്ങേയറ്റം സങ്കീർണമായ ഒരു പ്രക്രിയയാണെങ്കിലും അത് ചെയ്തെടുക്കാൻ സാധിക്കുന്ന ഒന്നാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി വ്യക്തമാക്കി. ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ സജീവമായി മുന്നോട്ടു പോകുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണവും പുറത്തുവന്നത്. അൽ ജസീറയോട് സംസാരിക്കവേ ഇറാന്റെ പക്കൽ സൂക്ഷിച്ചിരിക്കുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ ശേഖരം മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്നത് ബുദ്ധിമുട്ടാണ്, എന്നാൽ അസാധ്യമല്ല എന്ന് ഗ്രോസി പറഞ്ഞു. ഈ ആണവ സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്ന പ്രത്യേക രൂപം കാരണം ഇതിന്റെ ഗതാഗതം കനത്ത വെല്ലുവിളി നിറഞ്ഞതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിലവിൽ ഏകദേശം 60% വരെ ശുദ്ധിയുള്ള 440 കിലോഗ്രാം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരമൊരു പ്രക്രിയ ഒട്ടും എളുപ്പമല്ല, കാരണം ഇത് വാതക രൂപത്തിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വലിയ തോതിൽ മലിനീകരണം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒന്നുമാണ്. അതിനാൽ ഇതൊരു ലളിതമായ കാര്യവുമല്ല, ഗ്രോസി വ്യക്തമാക്കി. ഇതിന് പകരമായി യുറേനിയത്തിന്റെ തീവ്രത കുറഞ്ഞ രൂപത്തിലേക്ക് മാറ്റുന്ന ഡൗൺ ബ്ലേഡിംഗ് ഉൾപ്പെടെയുള്ള മറ്റു മാർഗങ്ങളും നിലവിൽ ചർച്ചയിലുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ് ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ ഇറാനും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ നടക്കുന്ന നേരിട്ടുള്ള ചർച്ചകളിൽ ഏജൻസിക്ക് നേരിട്ട് ഒരു പങ്കുമില്ല എന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. IAEA എന്ന UN ആണവ നിരീക്ഷണ സംഘടന ടെഹ്റാനുമായും വാഷിംഗ്ടണുമായും വെവ്വേറെ ആശയവിനിമയം നടത്തുന്നുണ്ടെന്നാണ് ഗ്രോസി പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിൽ സാധ്യമായ ഒരു കരാറിനെ പിന്തുണയ്ക്കുന്നതിനുള്ള ശ്രമങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇതൊരു പ്രായോഗികമായ കാര്യമാക്കി മാറ്റുക എന്നതാണ് ഈ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സംഭാവനയെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരം പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ഗ്രോസിയുടെ ഈ നിർണായക പരാമർശങ്ങൾ വന്നത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പിൽ ഈ ആണവ സാമഗ്രിയെ ആണവ പൊടി എന്നാണ് ട്രംപ് വിശേഷിപ്പിച്ചത്. ഇത് നശിപ്പിക്കുന്നതിനായി ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറണമെന്നും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മേൽനോട്ടത്തിൽ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുമാണ് അദ്ദേഹം വാദിക്കുന്നത്. സമ്പുഷ്ടീകരിച്ച യുറേനിയം ഒന്നുകിൽ അടിയന്തരമായി അമേരിക്കയ്ക്ക് കൈമാറണം, അത് നാട്ടിലെത്തിച്ച് നശിപ്പിക്കും, ഇല്ലെങ്കിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പൂർണ്ണമായ ഏകോപനത്തോടെയും സഹകരണത്തോടെയും അതേ സ്ഥലത്തോ അല്ലെങ്കിൽ സ്വീകാര്യമായ മറ്റൊരു സ്ഥലത്തോ വെച്ച് നശിപ്പിക്കണമെന്ന് ട്രംപ് തന്റെ കുറിപ്പിലെഴുതി. ഇറാൻ കൂടി ഉൾപ്പെടുന്ന മിഡിൽ ഈസ്റ്റിലെ വിപുലമായ ഒരു സമാധാന ചട്ടക്കൂടിന്റെ ഭാഗമായി അബ്രഹാം ഉടമ്പടികൾ കൂടുതൽ വികസിപ്പിക്കുന്നതുൾപ്പെടെയുള്ള പ്രാദേശിക നയതന്ത്രത്തിന്റെ വലിയൊരു കാഴ്ചപ്പാടും ട്രംപ് ഇതിനോടകം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നിരുന്നാലും അന്താരാഷ്ട്ര കരാറുകൾ പ്രകാരം തങ്ങൾക്ക് നിയമപരമായി അവകാശപ്പെട്ട യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കണമെന്ന തരത്തിലുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും ടെഹ്റാൻ ശക്തമായി തള്ളിക്കളഞ്ഞു. സമാധാനപരമായ ആണവ സാങ്കേതിക വിദ്യയ്ക്കുള്ള തങ്ങളുടെ നിയമാനുസൃതമായ അവകാശം രാജ്യം ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് ഇന്ത്യയിലെ ഇറാന്റെ അംബാസിഡറും വ്യക്തമാക്കി. യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട വിഷയം നിലവിൽ അമേരിക്കയുമായി നടക്കുന്ന ചർച്ചകളുടെ ഭാഗമല്ലെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. യുറേനിയം സമ്പുഷ്ടീകരണ വിഷയത്തിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ നിലപാട് പൂർണ്ണമായും വ്യക്തമാണ്. ആണവ വ്യാപന നിരോധന കരാറിൽ പ്രതിപാദിച്ചിട്ടുള്ള ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തിനുള്ള അവകാശം ഉൾപ്പെടെ ഇറാന്റെ ജനങ്ങളുടെ നിയമപരവും നിയമാനുസൃതവുമായ അവകാശങ്ങൾ ഞങ്ങൾ ഒരു കാരണവശാലും ഉപേക്ഷിക്കില്ല എന്ന് പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതായാണ് ഇന്ത്യയിലെ ഇറാന്റെ അംബാസിഡർ മുഹമ്മദ് ഫത്താലി പറഞ്ഞത്. ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ബന്ധങ്ങൾ തുടരുകയും ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് സാധ്യമായ വിട്ടുവീഴ്ചകൾ അന്താരാഷ്ട്ര മധ്യസ്ഥർ പര്യവേഷണം ചെയ്യുകയും ചെയ്യുമ്പോഴും ടെഹ്റാനും വാഷിംഗ്ടണും തമ്മിൽ വിപുലമായ ഒരു ധാരണയിലെത്തുന്നതിൽ നിലനിൽക്കുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണ് ഈ വ്യത്യസ്ത നിലപാടുകൾ വ്യക്തമാക്കുന്നത്. യുദ്ധത്തിനിടെ കുറഞ്ഞത് 20 മുതൽ 28 വരെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ ആക്രമിച്ചതായ റിപ്പോർട്ടുകളുണ്ട്. സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ഇറാഖ്, ജോർദാൻ, ബഹ്റിൻ, ഒമാൻ എന്നീ 8 ഗൾഫ് രാജ്യങ്ങളിലായുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾക്കാണ് ഇറാന്റെ ആക്രമണത്തിൽ കേടുപറ്റിയത്. ഇറാൻ ആക്രമണങ്ങൾ അമേരിക്കൻ ഭരണകൂടം സമ്മതിച്ചതിനേക്കാൾ ഗുരുതരമാണെന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്നുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.